ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടുന്ന നേതാവ് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളുടെ ബഹുമാനം തങ്ങൾക്ക് മാത്രമല്ല, തങ്ങളുടെ മദീനത്തെ പള്ളിക്കും ബഹുമാനമാണ്, തങ്ങളുടെ റൗള ഷരീഫിനും ബഹുമാനമാണ്. മദീനത്തെ പള്ളിയിലെ ചില തൂണുകളെ കാണാൻ കഴിയും. അറബിയിൽ അതിന് ഉസ്തുവാന എന്നാണ് പറയാ. ആ തൂണുകൾക്കും വലിയ ബഹുമാനമാണ്. എന്തേ മദീനത്തെ പള്ളിയുടെ തൂണുകൾക്ക് ബഹുമാനം കിട്ടാൻ കാരണം? അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയുടെ തൂണുകളാണ്. ആ ഓരോ തൂണിനും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ബന്ധമുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ മദീനയിൽ പോകാൻ അല്ലാഹുവേ സാധുക്കളായ നമുക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള ഭൂമി ഏതാണ് എന്ന് ചോദിച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള ഭൂമി, ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള മണ്ണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം ചേർന്ന് നിൽക്കുന്ന മണ്ണ്, അതാണ് ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള മണ്ണ്. വഅന്നഹു അഫ്ളലു മിനൽ കഅബത്തിൽ മുശറഫ. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കഅബയേക്കാൾ ലോക മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുന്ന കഅബ, ആ കഅബയേക്കാളും ഏറ്റവും മഹത്വമുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കം എവിടെയാണ്? മക്കക്കാണോ മഹത്വം, മദീനക്കാണോ മഹത്വം എന്നതിലാണ് തർക്കം. അവിടെ ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു മക്കക്കാണ് മഹത്വം. ആ ഭൂരിഭാഗം പണ്ഡിതന്മാരും മക്കക്കാണ് മഹത്വം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഇല്ലൽ മക്കാനുല്ലദീ ളമ്മ ജസദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും മക്കയേക്കാളും ബഹുമാനമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ചേർന്ന് നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിനാണ് ബഹുമാനം. അതുകൊണ്ടല്ലേ ആ മദീനക്ക് വലിയ ബഹുമാനമുള്ളത് കൊണ്ട് തന്നെ മദീനയിലുള്ള ഓരോന്നിനും വലിയ ബഹുമാനമാണ്. മദീനത്തെ പള്ളിക്ക് വലിയ ബഹുമാനമാണ്. മദീനയിൽ പോയവർ ഈ സദസ്സിലുണ്ടാകും, ഇനി പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഈ പാവപ്പെട്ട ഞാൻ ഇന്ന് വാത് കഴിഞ്ഞ് നാളെ രാത്രി ഞാൻ ഉംറക്ക് വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. അല്ലാഹുവേ, സാധുക്കളായ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തവണ നീ അതിന് അവസരം നൽകണേ അല്ലാഹ്. ആ മദീനയിൽ പോയാൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദീനയിൽ ജന്നത്തുൽ ബഖീഅ കാണാം. ആ ജന്നത്തുൽ ബഖീഅ വെള്ളിയാഴ്ച ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളികൾക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ഖബർ സിയാറത്ത് ഏത് ദിവസങ്ങളിലാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. പാപ്പ മരിച്ചിട്ട് ഖബറിൽ കിടക്കുന്നു എന്ന് സങ്കല്പിക്കുക, ഉമ്മ മരിച്ചിട്ട് ഖബറിൽ കിടക്കുന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ ആ ബാപ്പാനെ സിയാറത്ത് ചെയ്യാൻ പോയാൽ, ഉമ്മാനെ സിയാറത്ത് ചെയ്യാൻ പോയാൽ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന ദിവസങ്ങൾ ഏതാണ്? 3 ദിവസം. ഒന്ന് വെള്ളിയാഴ്ച ദിവസം, മറ്റൊന്ന് വെള്ളിയാഴ്ച ദിവസത്തിന്റെ തലേ ദിവസം, മറ്റൊന്ന് വെള്ളിയാഴ്ച ദിവസത്തിന്റെ പിറ്റേ ദിവസം. അപ്പോ വെള്ളി, വ്യാഴം, ശനി എന്ന് ഈ 3 ദിവസങ്ങളിൽ സിയാറത്ത് ചെയ്യുമ്പോഴാണ് ഖബറിലുള്ള ഖബറാളികൾക്ക് വലിയ സന്തോഷം ലഭിക്കുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മദീനത്തെ പള്ളിയിൽ സിയാറത്തിന് ചെന്നാൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്തിന് ചെന്നാൽ അവിടെ ജന്നത്തുൽ ബഖീഅ ഉണ്ട്. ആ ജന്നത്തുൽ ബഖീഅ സിയാറത്ത് ചെയ്യണം.
എല്ലാ വെള്ളിയാഴ്ചയും ജന്നത്തുൽ ബഖീഅ സിയാറത്ത് ചെയ്യപ്പെടും. മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം, എല്ലാ വെള്ളിയാഴ്ചയും അവർ ജന്നത്തുൽ ബഖീയിൽ പോയി സിയാറത്ത് ചെയ്യും. എന്നാൽ അവിടെ തന്നെ ഖുബാ പള്ളിയുണ്ട്, മസ്ജിദ് ഖുബാ പള്ളി. ആ ഖുബാ പള്ളി അവിടെയും സന്ദർശിക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. അത് ശനിയാഴ്ച ദിവസമാകുന്നത് ഏറ്റവും നല്ലതാണ്. ആ ഖുബാ പള്ളിയിൽ ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ അത് ഉംറ നിർവഹിച്ചതിന് തുല്യമാണെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ജന്നത്തുൽ ബഖീഇൽ സിയാറത്തിന് പോകണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ, ഉഹുദിൽ സിയാറത്തിന് പോകണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ശരിക്കും ശ്രദ്ധിക്കണം. ഉഹുദിൽ സിയാറത്തിന് പോകണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു, നിങ്ങൾ ഉഹുദിന് സിയാറത്തിന് പോകുമ്പോ ജന്നത്തുൽ ബഖീഇലേക്ക് പോകുന്നത് പോലെയല്ല. ജന്നത്തുൽ ബഖീഅ മദീനത്തെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ്. അതേ സമയത്ത് ഉഹുദ് കുറേശ്ശെ അപ്പുറമാണ്. എന്നാൽ ആ ഉഹദിലേക്ക് സിയാറത്തിന് പോകുമ്പോൾ ഒരല്പം സമയം പിടിക്കും. ഇന്നാണെങ്കിലോ ചിലപ്പോ പെട്ടെന്ന് പോയി വരാം, പഴയ കാലം പോലെയല്ലല്ലോ. എന്നാൽ അവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, നിങ്ങൾ ഉഹദ് സിയാറത്തിന് പോകുമ്പോ മദീനത്തെ പള്ളിയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങളതാ ഉഹദിന് സിയാറത്തിന് പോകണം. എന്തേ അതങ്ങനെ പറയാൻ കാരണം ളുഹർ ജമാഅത്തിന് നിങ്ങൾ വീണ്ടും മദീനത്തെ പള്ളിയിൽ തിരിച്ചെത്തണം. സുബ്ഹാനല്ലാഹ്, അതെന്തേ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴും ചില ആളുകളുണ്ടല്ലോ, മദീനയിൽ പോയാൽ അവർ ഫിക്സ് ചെയ്യാണ് മഗ്രിബ് ജമാഅത്തിന് മദീനത്തെ പള്ളിയിലെത്താം, എന്നിട്ട് ഇശാ കഴിഞ്ഞ് വരാം. ളുഹർ ജമാഅത്തോ റൂമിൽ വെച്ച് നിർവഹിക്കുകയാണ്, അസ്ർ ജമാഅത്തോ റൂമിൽ വെച്ച് നിർവഹിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, മദീനയിലുള്ള സമയത്ത് നിങ്ങളെ മുഴുവൻ ജമാഅത്തും മദീനത്തെ പള്ളിയിൽ ലഭിക്കാൻ നിങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം. എന്തേ അതിന്റെ കാരണമെന്നറിയോ? മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അതിനൊരു കാരണമുണ്ട് ജനങ്ങളെ. എന്താണ് കാരണം? മദീനത്തെ പള്ളിയിൽ ഒരാൾക്ക് 40 ജമാഅത്ത് നിസ്കാരം ലഭിച്ചാൽ, മദീനത്തെ പള്ളിയിൽ ഒരാൾക്ക് 40 ജമാഅത്ത് നിസ്കാരം ലഭിച്ചാൽ, അപ്പൊ മദീനത്തെ പള്ളിയിൽ 40 ജമാഅത്ത് നിസ്കാരം ലഭിക്കണമെങ്കിൽ ചുരുങ്ങിയത് മദീനയിൽ എത്ര ദിവസം വേണ്ടി വരും? എത്ര ദിവസം വേണ്ടി വരും? ഒന്ന് പറയും മനുഷ്യന്മാരെ. മലയാളത്തിലല്ലേ ഞാൻ വാള് പറയുന്നത്, നക്കണിക്കിലൊന്നല്ലല്ലോ, എന്റെ ഭാഷയിലല്ലോ, നിങ്ങളുടെ ഭാഷയിൽ തന്നെയല്ലേ. എത്ര ദിവസം വേണ്ടി വരും? 5 ദിവസം. 8 ദിവസം? 8 ദിവസം. അപ്പൊ 8 ദിവസം മദീനയിൽ നിൽക്കണം, ആ നിയത്തിൽ പോകണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. 8 ദിവസം മദീനയിൽ നിന്നാൽ മദീനത്തെ പള്ളിയിൽ 40 ജമാഅത്ത് നിസ്കാരം കിട്ടും. ഒറ്റ ജമാഅത്തും മദീനത്തെ പള്ളിയിൽ നിന്ന് മുടങ്ങാനും പാടില്ല. അതാ പറഞ്ഞത്, ഉഹുദിൽ ഹംസത്തുൽ കറാർ തങ്ങളെ സിയാറത്തിന് പോയാൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ, അങ്ങനെ ആ കിതാബിലൊക്കെ ഇമാമിങ്ങൾ പഠിപ്പിച്ച്, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ബക്കീന്റെ സിയാറത്തും കഴിഞ്ഞാൽ ഉഹുദിലേക്ക് സിയാറത്തിന് പോകണം. ഏത് രൂപത്തിൽ? ളുഹർ ജമാഅത്ത് ആകുമ്പോഴേക്ക് മദീനത്തെ പള്ളിയിൽ തിരിച്ചെത്തുന്ന രൂപത്തിൽ പോകണം. അപ്പൊ അങ്ങനെയാകുമ്പോ നിങ്ങൾക്ക് മദീനത്തെ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം കിട്ടും. അങ്ങനെ 40 നിസ്കാരം മദീനത്തെ പള്ളിയിൽ ഒറ്റ നിസ്കാരവും മുടങ്ങാതെ. ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള സഹോദരിമാരെ, വാല കേൾക്കുന്ന കാരണവന്മാരെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, 8 ദിവസം മദീനയാകുന്ന നാട്ടിൽ നിൽക്കുമ്പോ 40 ജമാഅത്ത് നിസ്കാരം ഒരു ജമാഅത്തും മുടങ്ങാതെ മദീനത്തെ പള്ളിയിൽ കിട്ടിയാൽ 3 നേട്ടമാണ് അവന് ലഭിക്കാൻ പോകുന്നത്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഏതാണ് ആ 3 നേട്ടങ്ങൾ എന്നറിയോ? 1, കുതിബത് ലഹു ബറാഅത്തും മിനന്നാർ.
ആ ശരീരം പിന്നെ നരകത്തിലോട്ടെത്തൂല്ല, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുകയാണ്. ഇനി രണ്ടാമത്തെ നേട്ടം ഏതാണ്? വനജാതും മിനൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുകയാണ്. അല്ലാഹ് അവനെ പിന്നെ ശിക്ഷിക്കില്ല. പിന്നെ മൂന്നാമത്തെ നേട്ടം ഏതാണ്? അതാ വബരിഉം മിനൻ നിഫാഖ്, അവൻ മരണം വരെ മുനാഫിഖാകൂല, കപട വിശ്വാസിയാകൂല. ഈ മൂന്ന് നേട്ടം നിങ്ങൾക്ക് ലഭിക്കണോ? മദീനത്തെ പള്ളിയിൽ ഒരു നിസ്കാരവും മുടങ്ങാതെ 40 നിസ്കാരം മദീനത്തെ പള്ളിയിൽ നിങ്ങൾ നിസ്കരിച്ചോ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് മദീനത്തെ പള്ളിക്കുള്ള ബഹുമാനമാണ്, മദീനത്തെ പള്ളിക്കുള്ള ആദരവാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഒരാൾ മദീനയിലേക്ക് പോകുമ്പോ പോകുന്ന വഴികളിൽ മുഴുവനും സ്വലാത്ത് വർദ്ധിപ്പിക്കണം. മദീനയുടെ അതിർത്തിയിലെത്തിയാലോ അവിടെയും ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ഇനി ഈമാനുള്ള ജനങ്ങളെ, ഒരാൾ നമ്മുടെ അരികിൽ വന്ന് ഞാൻ മദീനയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് എന്ത് പറയണം? അതും മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ മദീനയിലേക്ക് പോവാണ്, അപ്പൊ എന്താ പറയണ്ടേ? ഓ, എന്തൊരു ഭാഗ്യവാനാ, അല്ലാഹു നിങ്ങൾക്ക് തന്നൊരു തൗഫീഖ് എന്നാ അങ്ങനെ പറഞ്ഞിട്ട് മാത്രം തീർക്കലല്ല വേണ്ടത്. പിന്നെന്താ ചെയ്യേണ്ടത്? എന്നാ പറയണം, എന്റെ ഒരു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ചില ആളുകൾ പറയും എന്റെ ഒരു സലാം പറയണോ, എന്റെ ഒരു സലാം പറയണം. അങ്ങനല്ല, എന്റെ ഒരു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊന്ന് പറയണം. അങ്ങനെ പോകുന്ന ആളുകളെ കയ്യില് സലാം പറഞ്ഞേക്കണം. ചില ആളുകൾ അതിനെ പരിഹസിക്കും, സലാം പാർസൽ ചെയ്യാണെന്ന്. പാർസൽ ഒന്നുമല്ല, ഡയറക്റ്റ് പിന്നെ ഒരാളെ കയ്യിൽ ഒരാളോട് പറഞ്ഞയക്കുകയാണ്. അതൊക്കെ നേരത്തെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനവറുകളുടെ അരികിൽ വന്ന ഒരാൾ ഞാൻ മദീനയിൽ പോവാണെന്ന് പറഞ്ഞാൽ മഹാനവറുകൾ യൂസി ബിദാലിക, പോകുന്ന ആളോട് പറയും എന്റെ ഒരു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പറയണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരാള് സലാം പറയാമെന്ന് ഏറ്റാൽ അയാൾ മദീനത്തെ പള്ളിയിൽ അതാ ചെന്നാൽ ആ മദീനത്തെ പള്ളിയിൽ തഹിയ്യത്ത് നിസ്കരിക്കണം. തഹിയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ടതാ നേരെ ഖിബ്ലയിലേക്ക് മുന്നോട്ട് വരണം. എന്നിട്ടതാ സലാം പറയുന്ന ഭാഗത്തേക്ക് എത്തിയാൽ അവിടുന്ന് നമ്മുടെ സ്വന്തം സലാം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അയാൾ എങ്ങനെയാണ് ഏൽപ്പിച്ച ഈ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് മിൻ ഫുലാൻ ഇബ്നു ഫുലാൻ. ഇന്നാലിന്നയാളുടെ മകനായ ഇന്നാലിന്നയാള്, അയാളിൽ നിന്നും നബിയെ തങ്ങൾക്ക് സലാമുണ്ട്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫുലാൻ ഇബ്നു ഫുലാൻ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അരികിൽ ഒരിക്കൽ യസീദ് ഇബ്നു അബീ സഈദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു ഞാൻ ഇതാ മദീനയിൽ പോവാണ്. അപ്പ പറഞ്ഞു എനിക്കൊരാവശ്യമുണ്ട്, ചെയ്യോ? അപ്പൊ മഹാനവറുകൾ ചോദിച്ചു എന്താണ് ആവശ്യം? ഇദാ അതൈതൽ മദീന, ഓ യസീദ് ഇബ്നു അബീ സഈദ് തങ്ങളെ റളിയല്ലാഹു അൻഹു, നിങ്ങൾ മദീനയിൽ എത്തിയാൽ സതറാ ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശരീഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമുള്ള ഖബർ ശരീഫ് അവിടുന്ന് കാണാൻ കഴിയും. അവിടെ കണ്ടാൽ എന്റെ ഒരു സലാം പറയാൻ മറക്കരുത്.
മറക്കരുത് കേട്ടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അങ്ങനെ സലാം പറഞ്ഞേക്കാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് മദീനയിൽ പോകുന്ന ആളുകളോട് അങ്ങനെ ചെയ്യണം. ഇനി മദീനയിലെത്തിയാൽ, കാരണം ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള മണ്ണ് അത് മദീനയുടെ മണ്ണാണ്. ഇവിടെ ഇപ്പൊ നീണ്ട ഒരു സംസാരത്തിന് സമയമില്ലാത്തത് കൊണ്ട്, ഇത് സ്വലാത്തിന്റെ മജ്ലിസും കൂടി ആയതുകൊണ്ട്, മഹാന്മാരായ സാദാത്യങ്ങൾ നേതൃത്വം നൽകുന്ന സദസ്സായതുകൊണ്ട് ഞാൻ എന്റെ വിഷയം അതിലേക്കാണ് തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. മദീനയിൽ ചെന്നാൽ തൽക്കാലം മൊബൈലൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാ. ഇപ്പല്ല, മദീനയിലെത്തിയാ പിന്നെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ്. ഇപ്പൊ അവിടുത്തെ ഭരണകൂടം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പോവാണെന്ന് പത്രകോളങ്ങളിലൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. മക്കയിലും 2 ഹറമുകളിലും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണോ വേണ്ടേ എന്നതിനെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം എന്നറിയോ? ഈ ചെല്ലുന്ന ആളുകൾ കൂടുതൽ ഇബാദത്തെടുക്കുന്നതിലേറെ സമയം കണ്ടെത്തുന്നത് സെൽഫി എടുക്കാനാണ്. കഅബയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുക, സലാം പറയുന്ന അവിടെ നിന്നിട്ട് അവിടുന്ന് ഫോട്ടോ എടുപ്പിക്കുക. ആദ്യം തന്നെ പറഞ്ഞു വെക്കും, ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഒരു ഫോട്ടോ എടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താ ഇതിന്റെ ഒക്കെ അവസ്ഥ. അതുകൊണ്ട് തന്നെ 2 ഹറമുകളിലും മൊബൈൽ നിഷേധിക്കണോ എന്നതിനെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനാണോ, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണോ ഇവിടെ നിന്ന് അങ്ങോട്ട് അത്രയും ദൂരം ഇങ്ങനെ ചെല്ലുന്നത്? അല്ല, നമുക്കൊന്ന് നന്നാകണം. അവിടെ എത്തിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇബ്നു അബീ ഫുദൈക റളിയല്ലാഹു അൻഹു അദ്ദേഹം വഹുവ മിൻ ഉലമാഇ അഹ്ലിൽ മദീന, മദീനക്കാരിൽപ്പെട്ട വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട വലിയ മഹാനാണ്. ആ മഹാനവരുകൾ പറയാണ്, അതെ, ഇദ്ദേഹം ആരാണെന്നറിയോ? ധാരാളം പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൽ നിന്ന് ഹദീസുകളും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനവരുകൾ പറയാണ്, പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വിവരമുണ്ട്. അതെന്താണ്? അന്ന മൻ വഖഫ ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ അരികിൽ പോയി ഒരാൾ നിന്നാൽ, അവിടെ സലാം പറഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അതാ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഫതലാ ഹാദിഹിൽ ആയ, ഒരു ആയത്ത് നിങ്ങൾ അവിടുന്ന് പാരായണം ചെയ്യണം. ഉമ്മമാരെ, ഒരു ആയത്ത് നിങ്ങൾ അവിടുന്ന് പാരായണം ചെയ്യണം. ഏതാണ് ആയത്തെന്നറിയോ? സൂറത്തുൽ അഹ്സാബിൽ പെട്ട ഒരായത്താണത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്ത് പാരായണം ചെയ്യണം. പിന്നെ സുമ്മ ഖാല സ്വല്ലല്ലാഹു അലൈക യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അങ്ങനെയാണ് പറയേണ്ടത്. എത്ര പ്രാവശ്യം? 70 മറ, 70 പ്രാവശ്യം പറയാൻ കഴിയണം. അത് അവിടുന്ന് പറയാൻ ചിലപ്പോ കഴിയണമെന്നില്ല. തിരക്കുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ അവിടെ നിൽക്കാൻ വിടൂല്ല. ഇപ്പൊ പിന്നെ വല്ലാത്ത തിരക്കുള്ള സമയങ്ങളാണ്. പക്ഷേ സലാം പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടേ പോകാം, ചൊല്ലിക്കൊണ്ടേ പോകാം. അങ്ങനെ 40 പ്രാവശ്യം നിങ്ങൾ അതങ്ങ് ചൊല്ലിയാൽ നാദാഹു മലക്കുൻ, ഒരു മലക്ക് അതാ വിളിച്ചു പറയുകയാണ്. ഈ മലക്ക് ഇയാളോട് വിളിച്ചു പറയുകയാണ്, സ്വല്ലല്ലാഹു അലൈക യാ ഫുലാൻ, ഓ മനുഷ്യ, അല്ലാഹുവിന്റെ ഗുണം നിന്റെ മേലുണ്ടാകട്ടെ. വലം യസ്ഖുത് ലഹു ഹാജ, ഇവന്റെ ഒരു ഉദ്ദേശവും അവിടെ നഷ്ടപ്പെട്ടു പോകൂല. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഇവൻ അവിടെ എത്തിയിട്ടുള്ളത്, ആ ഉദ്ദേശങ്ങൾ മുഴുവനും നിറവേറ്റപ്പെടുന്നു. മഹാന്മാരായ അഹ്ലു ബൈത്തുകൾ, സാദാത്യങ്ങൾ, അവരൊക്കെ നമ്മുടെ വേദിയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവേ, അവർക്കും നമുക്കുമെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അതിനാ പാമ്യം കൂടുതലും കിട്ടിയത്.
സാദാത്യങ്ങൾക്കും നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് എന്ന് വരുന്നപ്പോ ഇങ്ങനെ ആമീൻ കൂടുതൽ കിട്ടിയില്ല. അല്ലാഹുവേ നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അപ്പൊ അങ്ങനെയാണ് റൗള ഷരീഫിന്റെ അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാം പറയുന്ന അവിടെ എത്തിയാൽ പിന്നെ അത് ചെയ്യാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. മദീന, ആ നാടിന്റെ പേര് കണ്ടില്ലേ, മദീന എന്നാണ് നാടിന്റെ പേര്. എന്താ മദീന എന്ന് പറഞ്ഞാൽ? മദീന എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു മൻ ദാന, അങ്ങനെയാണ് അല്ലാഹു തആല ആ നാട്ടിൽ വെച്ച് അല്ലാഹുവിനെ കൂടുതലും അനുസരിക്കപ്പെടുകയാണ്. അതിനാണ് മദീന മദീന എന്ന നാടിന് പേര് വെച്ചത്. മുനാഫിഖീങ്ങൾ ആ നാടിന് വേറൊരു പേരും കൂടി പറയാറുണ്ടായിരുന്നു. മുനാഫിഖീങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മുനാഫിഖീങ്ങൾ ആ നാടിന് വെച്ച പേരാണ് യസ്രിബ് യസ്രിബ് യസ്രിബ്. എന്നാ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരെ താല്പര്യമില്ല മദീനയെ കുറിച്ച് യസ്രിബ് എന്ന് പറയാൻ. എന്താ കാരണം? യസ്രിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫസാദ് എന്നാണ്. അപ്പൊ ഫസാദിന്റെ നാട് എന്ന് വരും അർത്ഥം. അപ്പൊ അങ്ങനെ വരാൻ പറ്റൂലല്ലോ. മദീന ഫസാദിന്റെ നാടാണോ? അല്ല. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരെ താല്പര്യമില്ല. ഏതുവരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മദീനയെ കുറിച്ച് യസ്രിബ് എന്ന പ്രയോഗം വേണ്ട എന്ന് വെച്ചതിന് ശേഷവും ഒരാള് മദീനയെ കുറിച്ച് യസ്രിബ് എന്നൊരു പ്രയോഗം നടത്തിയാൽ ഫൽയസ്തഗ്ഫിരില്ലാഹ, അയാൾ അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിക്കട്ടെ. കാരണം മദീനക്ക് അങ്ങനെ പേര് പറയാൻ പാടില്ല. മദീന മദീന തന്നെയാണ്. മദീനക്ക് പല പേരുണ്ട്. എന്നാ മുനാഫിഖീങ്ങൾ വിളിച്ചിരുന്ന പേരാണ് യസ്രിബ്. ആ പേര് വിളിക്കാൻ പാടില്ല. മദീനക്ക് ത്വയ്ബ, ത്വാബ എന്ന പേരുകളൊക്കെ ഉണ്ട്. എന്നാൽ അതിനു പുറമെ യസ്രിബ് എന്ന് മുനാഫിഖീങ്ങൾ വിളിച്ചിരുന്ന പേര്, ആ പേര് പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരെ താല്പര്യമില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ആ ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള മണ്ണ് മദീന. ആ മദീനത്തെ പള്ളിക്കുള്ള ബഹുമാനം നമ്മൾ പറഞ്ഞു. ഇനി ആ മദീനത്തെ പള്ളിയിലെ തൂണുകൾ ഉണ്ടല്ലോ, ആ ഓരോ തൂണുകൾക്കും ചരിത്രം പറയാനുണ്ടല്ലോ. മദീനത്തെ പള്ളിയിലുള്ള തൂണുകളെ കൂട്ടത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരുപാട് തൂണുകൾ, ആ തൂണുകൾക്കൊക്കെ വലിയ ബഹുമാനമാണ്. ആ തൂണുകളെ കൂട്ടത്തിൽ ഒരു തൂണുണ്ട്, അൽ ഉസ്തുവാനത്തുൽ മുഖല്ലഖ. അൽ ഉസ്തുവാനത്തുൽ മുഖല്ലഖ, അതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, അൽ ഉസ്തുവാനത്തുൽ മുത്തയ്യബ. അതിന് വേറൊരു പേരും കൂടിയുണ്ട്, അൽ ഉസ്തുവാനത്തുൽ മുഅത്തറ. അല്ലാഹുവേ, ഈ തൂണുകളെല്ലാം ഒന്ന് കാണാൻ നീ ഭാഗ്യം തരണേ അല്ലാ. തെരുവ് നായകളുടെ ശല്യത്തിൽ നിന്ന് നമ്മളെ കാക്കണേ അല്ലാ. ചിലപ്പോ അതിനായിരിക്കും ഇപ്പൊ കൂടുതലും ആമീൻ കിട്ടുക. അങ്ങനെ ഇപ്പോ ഇന്നൊരു മനുഷ്യനെ കണ്ട് തോക്കും പിടിച്ചിട്ട് മദ്രസയിലെ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോവാ. വല്ലാത്ത ശല്യാണ്. പക്ഷെ എത്തപ്പത് കേരളത്തിലെ തെരുവ് നായകൾക്ക് മാത്രം, എന്റെ നാട്ടിലൊന്നും തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് വരണമെന്ന് തോന്നുന്നുണ്ട്. കർണാടകയിലൊന്നും ഈ ശല്യം തുടങ്ങിയിട്ടില്ല. ഇവിടെ ഇപ്പൊ നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാല ഉപ്പാപ്പ പേരക്കുട്ടിയെ വടിയും പിടിച്ചിട്ട് മദ്രസയിലേക്ക് കൂട്ടി കൊണ്ടുപോവാ. ഏത് നായയാ വരണം നോക്കട്ടെ. അതിന്റെ ഇടയ്ക്ക് ഒരു നിയമമാണ്, തെരുവ് നായയെ ശല്യം ചെയ്യാൻ പാടില്ല. തെരുവ് നായ എത്രയും മനുഷ്യനെ ശല്യം ചെയ്താലും സാരല്ല, അതിനെ ശല്യം ചെയ്യാൻ പാടില്ല. എന്നാ പിന്നെ തെരുവ് നായയുടെ ശല്യത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള തീരുമാനങ്ങളും കൊണ്ടുവരണം. അതല്ലേ ചെയ്യേണ്ടത്? എന്തൊക്കെ ശല്യം. ഞാൻ ഇന്നിപ്പോ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ എന്തോ ഇങ്ങനെ വായിക്കുമ്പോ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഈ വീട്ടുകാരനോട്, ഇവിടെ അടുത്തൊരു വീട്ടിൽ അല്ലാഹു തആല വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ഞാൻ പറഞ്ഞു ലഹരിയുടെ ശല്യം വല്ലാതെ വ്യാപിക്കുകയാണ് ഇപ്പോ. അപ്പൊ ഇയാൾ എന്നോട് പറയാ, പക്ഷെ അതിനേക്കാളും വലിയൊരു ശല്യം ഉണ്ട് ഇപ്പോ. അപ്പൊ എന്ത് ചോദിച്ചു? തെരുവ് നായയുടെ ശല്യമാണ്, ലഹരിയുടെ ശല്യം. എന്റെ വാള് കേൾക്കുന്ന മുഴുവൻ ഉമ്മമാരും സഹോദരിമാരും വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, ആലോചിക്കണം. ഇപ്പോ എന്താ അതിന്റെ പേര്? LSD സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാമ്പ് കിട്ടുന്നു. അങ്ങനെ തന്നെയാണോ പേരെന്ന് എനിക്കറിയില്ല, കൃത്യമായിട്ടും എനിക്കറിയാത്തത് കൊണ്ടാണ്. ചിലപ്പോ LSD, D അങ്ങോട്ടും S ഇങ്ങോട്ടും, S അങ്ങോട്ടും D ഇങ്ങോട്ടും ഒക്കെ മഖ്ലൂബ് ആകാൻ സാധ്യതയുണ്ട്. ഞാൻ കൃത്യമായിട്ട് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ വായിച്ചത് ഇപ്പൊ എന്റെ ഓർമ്മയിൽ വന്നപ്പോ ഞാൻ ഇങ്ങനെ പറയാ. അപ്പൊ LSD സ്റ്റാമ്പ് സുബ്ഹാനല്ലാഹ്, ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥിനികളാണ്, പെൺകുട്ടികളാണ്.
കോളേജിൽ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ LSD സ്റ്റാമ്പുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോ കണ്ടുപിടുത്തം. അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥിനികൾ ഇത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി, ഈ ആർത്തവ സമയത്തുള്ള വേദനയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ സ്റ്റാമ്പ് ഉപയോഗിക്കാം. ആർത്തവ സമയം ഉണ്ടാകുമ്പോൾ ഒരു വേദന ഉണ്ടാവുമല്ലോ, ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ LSD സ്റ്റാമ്പ് ഉപയോഗിച്ചാൽ ആ വേദന ഉണ്ടാവൂല, ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ കൊട്ടേഷൻ സംഘങ്ങള് പാവപ്പെട്ട വിദ്യാർത്ഥിനികളെ വശീകരിച്ച് അവരുടെ വലയിൽ വീശുന്നതെങ്കിൽ രക്ഷിതാക്കളെ കരുതിയിരിക്കണം. നമ്മുടെ മക്കൾ ലഹരിക്ക് അഡിക്റ്റ് ആയി പോയാൽ പിന്നെ നമ്മുടെ മക്കൾ നമ്മിലേക്ക് തിരിച്ചു കിട്ടൂല, ഉറപ്പാണ്, തിരിച്ചു കിട്ടൂല. എന്തൊക്കെയാ നടക്കണത്? ഇന്നിപ്പോ പത്രത്തിൽ വായിച്ചപ്പോ കണ്ടതാണ് റബ്ബേ. എന്താണ്? ബീഫ് തട്ടുകടയിൽ നിന്ന് എന്തൊക്കെ തമാശകളാ റബ്ബേ. തട്ടുകടയിൽ നിന്ന് എന്താണ് ബീഫ് ഫ്രൈ കൊണ്ടുവരിക, രണ്ടാള് തട്ടുകടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരിക. അപ്പോ പിന്നെ കുറച്ച് ഗൂണ്ടകൾ വന്നിട്ട് ഇവരെ അങ്ങ് മർദ്ദിച്ച് ഈ ബീഫ് ഫ്രൈ അങ്ങ് തട്ടിക്കൊണ്ടുപോയി. സ്വർണം തട്ടിക്കൊണ്ടുപോയതല്ല, അല്ലെങ്കിൽ വേറൊന്നുമല്ല, രണ്ടാൾക്ക് കഴിക്കാനുള്ള ബീഫ് ഫ്രൈ തട്ടിക്കൊണ്ടുപോയി. സുബ്ഹാന ജല്ല ജലാലുഹു. ഈ കാലത്ത് ആത്മീയ സംഗമങ്ങൾക്ക് പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. അൽഹംദുലില്ലാ, കോവിഡ് കാലത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ മഹത്തായ ബായാറു സ്വലാത്ത് അതിന്റെ ആ പൂർവ്വ തനിമയിലേക്ക് തന്നെ മടങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഈ തനിമ എക്കാലത്തും നീ നിലനിർത്തണേ റഹ്മാനേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ മദീനത്തെ പള്ളിയിലുള്ള ഒരു തൂണ്, അൽ ഉസ്തുവാനത്തുൽ മുഖല്ലഖ, അത്തർ സുഗന്ധം പൂശപ്പെട്ട തൂണ് എന്നാണ് അതിന്റെ പേര്. ആ തൂണിന്റെ അരികിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം നിസ്കരിച്ചിരുന്നു. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ മദീനത്തെ പള്ളിയിൽ ചെന്നാൽ യതഹറ സ്വലാത്ത ഇൻദഹാ, ഈ പറയപ്പെട്ട ഉസ്തുവാനയുടെ അരികിൽ നിസ്കരിക്കാനാണ് കൂടുതലും ശ്രദ്ധിക്കാറുണ്ടായത്. അപ്പൊ ഫലമ്മാ സുഇല അൻ ദാലിക, സലമത്ത് ഇബ്നുൽ അക്വഅ തങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോ മഹാനവരുകൾ പറഞ്ഞ മറുപടി എന്താണ്? റഅയ്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സ്വലാത്ത ഇൻദഹാ. ആ അൽ ഉസ്തുവാനത്തുൽ മുഖല്ലഖ എന്ന ഉസ്തുവാന, ആ തൂണിന്റെ അരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് നിസ്കരിക്കാനുള്ള കാരണം. എന്നാൽ ആ തൂണിന് ഇങ്ങനൊരു പേര് ലഭിക്കാനുള്ള കാരണം എന്താണ്? ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, എന്തിനാണ് ഞാനിത് പറയുന്നത്? സ്വഹാബത്തിന് വിജയം ലഭിക്കാനുള്ള കാരണം എന്താണ്? അത് ബഹുമാനമാണ്. ആരോടുള്ള ബഹുമാനമാണ്? ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനമാണ്. സ്വഹാബത്ത് ഇങ്ങനെ നോക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതലും ആ തൂണിന്റെ അരികിൽ വന്ന് നിസ്കരിക്കുകയാണല്ലോ. അപ്പൊ അവിടെ അത്തർ പുരട്ടണം, സുഗന്ധം പുരട്ടണം. അപ്പൊ സ്വഹാബത്ത് ആ തൂണിന് പ്രത്യേകം സുഗന്ധം പുരട്ടി കൊടുക്കാറുണ്ടായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇന്നും അവിടെ പോയാൽ കാണാം ഹാദിഹി അൽ ഉസ്തുവാനത്തുൽ മുഖല്ലഖ, സുഗന്ധം പുരട്ടപ്പെട്ട പൂശപ്പെട്ടതായ തൂണാണിത്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പ മദീനത്തെ പള്ളിയിലെ തൂണുകൾക്ക് വലിയ ബഹുമാനമുണ്ട്. എന്നാൽ ആ മദീനത്തെ പള്ളിയിൽ വേറെയൊരു തൂണ് കാണാം, അതിന്റെ പേര് ഉസ്തുവാനത്തു തൗബ.
തൗബയുടെ തൂണെന്നാണ് അതിന്റെ പേര്. അതിന് വേറൊരു പേരും കൂടിയുണ്ട്, ഉസ്തുവാനത്തു അബീ ലുബാബ. അബൂ ലുബാബ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു മഹാനരുടെ പേരിലുള്ള തൂണ്. എന്തേ അതങ്ങനെ പറയാനുള്ള കാരണം? അബൂ ലുബാബ എന്നവർ തൗബ ചെയ്ത സ്ഥലമാണത്. മഹാനവരിൽ നിന്നൊരു തെറ്റുണ്ടായപ്പോ ചരിത്രത്തിൽ കാണാം, മഹാനവരിൽ നിന്നൊരു തെറ്റുണ്ടായപ്പോ, ജീവിതത്തിൽ തെറ്റുണ്ടാകുന്നത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. പക്ഷേ ഉള്ള ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് സങ്കടപ്പെടുക, ദുഃഖിക്കുക, ഖേദിക്കുക, പശ്ചാത്തപിക്കുക, അത് ഈമാനിന്റെ അടയാളമാണ്. അതും കൂടി ഇല്ലാതെയായി പോയാൽ അവന്റെ ഖൽബിൽ സങ്കടം തീരെ ഇല്ല. കച്ചവടത്തിൽ നഷ്ടം വന്നാലേ സങ്കടമുള്ളൂ, അതേ സമയത്ത് ജീവിതത്തിൽ തെറ്റു വന്നാലോ തീരെ സങ്കടമില്ല. എന്നാൽ അത് വലിയ അപകടമാണ്, അത് ഈമാൻ ഇല്ല എന്നതിന്റെ അടയാളമാണ്. എന്നാൽ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഒരു തെറ്റ് വന്നപ്പോ അതാ സ്വന്തം ശരീരത്തെ കൊണ്ടുപോയി അതാ ആ തൂണിൽ വെച്ച് കെട്ടുകയാണ്, ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് മഹാനവരുകൾ അവിടുന്ന് വാശി പിടിക്കുകയാണ്, ഞാൻ ഇവിടുന്ന് മാറി നിൽക്കണമെങ്കിൽ ഒന്നിരിക്കലോ ഞാൻ മരിക്കണം, അല്ലെങ്കിലോ അല്ലാഹു തആല ഞാൻ ചെയ്ത തൗബ സ്വീകരിച്ചു എന്ന ഒരു വിവരം എനിക്ക് ലഭിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഈ തൂണിൽ നിന്ന് മാറി നിൽക്കൂല. ശിഷ്യനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ വാശി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തുകയാണ്. ഈ വാശി ഇതൊരു നല്ല വാശിയാണ്. വാശികളുടെ കൂട്ടത്തിൽ പല വാശിയുണ്ട്. ഏറ്റവും നല്ല വാശിയാണ് ജീവിതത്തിൽ വന്ന പാപം അല്ലാഹ് പുറത്തു തരുന്നത് വരെ ഞാൻ തൗബ ചെയ്യും എന്ന വാശി. അത് നല്ല വാശിയാണ്. എന്നാൽ മറ്റു ചില വാശികളുണ്ട്. ഏതാണ് മറ്റു ചില വാശികൾ? ഞാൻ ഒരിക്കലും പൊറുക്കൂല. ഒരാൾ നമ്മളൊരു തെറ്റ് ചെയ്താൽ അയാൾക്ക് ഞാൻ ഒരിക്കലും പുറത്തു കൊടുക്കൂല. സ്വലാത്തിന്റെ മജ്ലിസിൽ വലിയ ജോറാണ്, ഇയാൾ എപ്പോഴും എല്ലാ മജ്ലിസിനും വരും. അതേ സമയത്ത് ഇയാളോട് തെറ്റ് ചെയ്ത ഒരാളുണ്ട്, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ ഇയാൾക്ക് തീരെ കഴിയില്ല. എന്നാലോ ഇയാൾ എല്ലാ സ്വലാത്തിനും വരും, എല്ലാ സ്വലാത്തിനും വരണം എന്ന വാശി നല്ല വാശിയാണ്. എന്നാൽ എന്നോട് ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കൂല എന്ന വാശി, അത് നല്ല വാശിയല്ല. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടൂല. അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന്റെ വാശി, മരിക്കുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ അല്ലാഹു തആല തൗബ സ്വീകരിക്കണം. മഹാനവരുകൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ചരിത്രത്തിൽ കാണാം, ഈ വിവരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചപ്പോ അവിടുന്ന് പറയുകയാണ്, അമാ ലൗ അതാനാ ലസ്തഗ്ഫർനല്ലാഹ ലഹു. അബൂ ലുബാബ തങ്ങൾ നേരെ എന്റെ അരികിൽ വന്നിട്ട് ഈ തെറ്റ് ഏറ്റു പറഞ്ഞാൽ ഞാൻ അല്ലാഹുവിനോട് അദ്ദേഹത്തിന് പൊറുക്കലിനെ ചോദിക്കുമായിരുന്നു. അതേ സമയത്ത് ഫഅമ്മാ ഇദാ ഖസദ ഇലാ റബ്ബിഹി, ഇത് നേരിട്ട് അല്ലാഹുവിനോടല്ലേ പറയുന്നത്, എന്നാ പിന്നെ ഫല്ലാഹു ഔലാ ബിഹി, അല്ലാഹ് തന്നെ തീരുമാനിക്കട്ടെ. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ആ തൂണിൽ തന്നെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പകൽ മുഴുവനും നോമ്പാണ് കേട്ടോ. അതെ, എന്നിട്ടോ നിസ്കാര സമയമാകുമ്പോ മകൾ വന്ന് കെട്ടഴിച്ചു കൊടുക്കുകയാണ്. അതേ, ബാപ്പ നിസ്കാരത്തിന് പോവുകയാണ്. നിസ്കാരം കഴിഞ്ഞാലോ വീണ്ടും അവിടെ തന്നെ വരികയാണ്. അങ്ങനെ കുറെ ദിവസങ്ങളായി അവിടെ തന്നെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതാ കുറെ ദിവസങ്ങൾ പിന്നിട്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിൽക്കുമ്പോ അതാ അവിടുന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ ഉമ്മ സലമ, ഓ ഉമ്മു സലമ ബീവിയെ, ഖത്താബല്ലാഹു അലാ അബീ ലുബാബ, മദീനത്തെ പള്ളിയിലെ ഒരു തൂണുണ്ടല്ലോ, അവിടെ സ്വന്തം ശരീരത്തെ കെട്ടിവെച്ച് അല്ലാഹ് എനിക്ക് മാപ്പ് നൽകുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോകൂല എന്ന വാശിയോടെ നിൽക്കുന്ന അബൂ ലുബാബയില്ലേ, ആ അബൂ ലുബാബക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഇതങ്ങ് കേട്ടപ്പോ അവിടെന്ന് പറഞ്ഞു, എന്നാ നബിയെ ഞാനിത് പോയിട്ട് ഈ സന്തോഷം അദ്ദേഹത്തെ അറിയിക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തു. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ അവിടെ പോയി. അതേ അബൂ ലുബാബ തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, യാ അബാ ലുബാബ, ഓ അബൂ ലുബാബ തങ്ങളെ റളിയല്ലാഹു അൻഹു, അബ്ശിർ ഖത്താബല്ലാഹു അലൈക, നിങ്ങൾ സന്തോഷിക്കൂ, ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട. അല്ലാഹ് നിങ്ങൾക്ക് തൗബ അതാ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലാഹ് നിങ്ങൾക്ക് പൊറുത്തു തന്നിട്ടുണ്ട്. അപ്പൊ മഹാനവരുകളുടെ മറുപടി, അൽഹംദുലില്ലാഹ്, സന്തോഷമല്ലേ, സന്തോഷമുണ്ടാകുമ്പോ പറയേണ്ടതല്ലേ അൽഹംദുലില്ലാഹ്. മഹാനവരുകളുടെ സന്തോഷം മറ്റു സ്വഹാബത്തിന്റെയും സന്തോഷമാണ്. അതങ്ങനെയല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു സന്തോഷമുണ്ടായാൽ മറ്റുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അത് സന്തോഷമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു ദുഃഖമുണ്ടായാൽ എല്ലാ മുഅ്മിനീങ്ങൾക്കുമുള്ള സങ്കടമാണ്. അതുകൊണ്ടല്ലേ നാസിലത്തിന്റെ ഖുനൂത്ത് എന്നൊരു ഖുനൂത്തുണ്ട്. ആ ഖുനൂത്ത് ഓതണമെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ നാസിലത്ത് ഖുനൂത്ത് ഓതണമെങ്കിൽ കേരളത്തിലുള്ളവർക്ക് മാത്രമേ മുസീബത്ത് ഇറങ്ങിയാലേ നാസിലത്ത് ഖുനൂത്ത് ഓതണമെന്നില്ല. ലോകത്ത് എവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് ദുരന്തമുണ്ടായാലും കേരളത്തിൽ ഓതാം, എന്റെ കർണാടകയിൽ ഓതാം. അങ്ങനെ നാസിലത്തിന്റെ ഖുനൂത്ത് അവിടെ തന്നെ അപകടമുണ്ടായാലേ എന്നില്ല. എന്തേ കാരണം? ഒരു സത്യവിശ്വാസിക്കുണ്ടാകുന്ന സങ്കടം എല്ലാ സത്യവിശ്വാസികൾക്കുള്ള സങ്കടമാണ്. ഒരു ഈമാനുള്ളവനുള്ള സന്തോഷമോ എല്ലാ ഈമാനുള്ളവർക്ക് സന്തോഷമാണ്. അബൂ ലുബാബ തങ്ങൾക്ക് ഈ സന്തോഷമുണ്ടായപ്പോ സ്വഹാബത്തിന് മുഴുവനും സന്തോഷമാണ്. സ്വഹാബത്ത് നേരെ ഈ തൂണിന്റെ അരികിൽ പോയി, ഇനി നമുക്കൊന്ന് അയക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോ അബൂ ലുബാബ തങ്ങളെ മറുപടി ഇല്ല, പറ്റൂല. ഓ സ്വഹാബത്തേ, അല്ലാഹ് എന്റെ തൗബ സ്വീകരിച്ചു എന്നത് ശരിയാണ്, പക്ഷേ എന്റെ കെട്ടഴിക്കേണ്ടത് നിങ്ങളല്ല. എനിക്കൊരു നേതാവുണ്ടല്ലോ, ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വന്നിട്ട് എന്റെ ഈ കെട്ടഴിക്കേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു കെട്ടടിച്ചു കൊടുത്തു. അബൂ ലുബാബ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്. സന്തോഷം ഉണ്ടായ എന്താ ചെയ്യണ്ടേ? സന്തോഷം ഉണ്ടായ എന്താ ചെയ്യണ്ടേ? ബായാർ തങ്ങൾ പാപ്പാന്റെ മജ്ലിസിൽ വരും, അസുഖങ്ങൾ മാറും. എത്രയോ ആളുകൾ പറഞ്ഞു ക്യാൻസർ മാറി, ട്യൂമർ മാറി. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ തനിമ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ റഹ്മാനെ. മാറിയാലോ? മാറിയാ പിന്നെ ഈ വഴിക്കങ്ങ് വരുന്നില്ല. അങ്ങനെയാണോ? അങ്ങനെയല്ല. നമുക്കൊരു സന്തോഷമുണ്ടായാൽ എന്നാ തങ്ങൾ പാപ്പാന്റെ അരികിൽ വരണം, വന്നിട്ട് പറയണം എന്റെ അസുഖം മാറിയിട്ടുണ്ട്. എന്നിട്ടോ ഞാനിതാ മുജമ്മയിന് നല്ലൊരു സംഭാവന നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയണം. അതാ സന്തോഷമുണ്ടായാൽ സ്വതക്ക ചെയ്യണം എന്ന് പഠിപ്പിച്ചു സയ്യിദുനാ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയ സന്തോഷമല്ലേ? ഏതാ സന്തോഷം? അസുഖം മാറലാണോ ഏറ്റവും വലിയ സന്തോഷം? അത് സന്തോഷം തന്നെയാണ്. അല്ലാഹുവേ, ഈ ഇൽമിന്റെ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ആരെല്ലാം രോഗികളുണ്ടോ നീ അവർക്കെല്ലാം പരിപൂർണ്ണ ശിഫാ നൽകണേ റഹ്മാനെ. മാരകമായ രോഗം നമുക്കോ നാമുമായി ബന്ധപ്പെട്ടവർക്കോ നീ നൽകല്ലേ റഹ്മാനെ. അതൊക്കെ സന്തോഷമാണ്. ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ വന്ന ഒരു തെറ്റിന്റെ സങ്കടം കൽബിൽ ഉണ്ടാകുമ്പോ അത് അല്ലാഹ് പൊറുത്തു തന്നു എന്നൊരു ഉറപ്പ് കിട്ടുമ്പോഴുള്ള സന്തോഷം. അതിനേക്കാളും വലിയ സന്തോഷമൊന്നുമല്ലല്ലോ ഈ അസുഖം മാറിയാൽ കിട്ടുന്ന സന്തോഷം. അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണം എന്ന് കാണിച്ചു തന്നു ബഹുമാനപ്പെട്ട അബൂ ലുബാബ റളിയല്ലാഹു അൻഹു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ, ഉറക്കെ പറയണം, ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് ഈ ശരീരത്തെ ആ തൂണിൽ കെട്ടിവെച്ചതങ്ങ് അയച്ചു കൊടുത്തപ്പോ ഇനി ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ? അല്ലാഹ് എനിക്കൊരു സന്തോഷം തന്നപ്പോ ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അബൂ ലുബാബ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, ഈ സന്തോഷത്തിന്റെ പേരിൽ അഫ
ഫഅതസദ്ദഖു ബിമാലി കുല്ലിഹി, എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ സ്വതക്ക ചെയ്യട്ടെയോ നബിയേ, എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ സ്വതക്ക ചെയ്യട്ടെയോ നബിയേ, എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ സ്വതക്ക ചെയ്യട്ടെയോ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതക്ക ചെയ്യുന്നത് അംഗീകരിച്ചു. പക്ഷെ സമ്പത്തും മുഴുവനും സ്വതക്ക ചെയ്യുക എന്നത് അംഗീകരിച്ചില്ല. കാരണം മഹാനവരുകളുടെ സമ്പത്തുമായി കടപ്പാടുള്ള മറ്റു ആളുകളുണ്ട്, ഭാര്യ മക്കളുണ്ട്. എല്ലാം കൂടി സ്വതക്ക ചെയ്താൽ അത് ശരിയാവൂല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. അപ്പൊ ഹബീബായ തങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമ്പോ ആ സന്തോഷം പ്രകടിപ്പിക്കേണ്ടുന്നത് സ്വതക്ക കൊടുത്തിട്ടാണ്, ശരിയാണ്. പക്ഷേ മുഴുവൻ സ്വത്തുക്കളും കൊണ്ട് സ്വതക്ക കൊടുക്കണ്ട. അപ്പൊ അബൂ ലുബാബ തങ്ങൾ ചോദിച്ചു, ഫബിസുലുസൈഹി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 2/3 കൊടുക്കട്ടെയോ നബിയേ? അപ്പൊ ഹബീബായ തങ്ങൾ പറഞ്ഞില്ല, വേണ്ട വേണ്ട, അതും വേണ്ട. അപ്പൊ ചോദിച്ചു, ഫബിനിസ്ഫിഹി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പകുതി കൊടുത്തോട്ടെയോ നബിയേ? അപ്പോഴും പറഞ്ഞില്ല, വേണ്ട വേണ്ട. അവസാനം ചോദിച്ചു, അല്ല നബിയേ, ഫബിസുലുസിഹി, 1/3 കൊടുത്തോട്ടെ നബിയോ? നബിയെ 1/3 കൊടുത്തോട്ടെയോ? അപ്പ പറഞ്ഞു, ആയിക്കോട്ടെ, സാരല്ലാതെ കൊടുത്തോളൂ. അപ്പൊ സന്തോഷമുണ്ടായപ്പോൾ സ്വതക്ക കൊടുത്തു. അതാ അല്ലാഹു നൽകിയ നിഅമത്തിൽ നിന്ന് ഒരൽപ്പം വീതം സ്വതക്ക കൊടുക്കുന്നു. സന്തോഷമുണ്ടായപ്പോ സ്വതക്ക കൊടുക്കണമെന്ന് മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു. സ്വഹാബത്ത് പഠിപ്പിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. മദീനത്തെ പള്ളിയിലെ ഓരോ സ്ഥലത്തിനും വലിയ ബഹുമാനമുണ്ടെന്ന് പറഞ്ഞു. ആ ബഹുമാനത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞപ്പോഴാണ് മദീനത്തെ പള്ളിയിലെ തൂണിന്റെ കാര്യം പറഞ്ഞത്. അങ്ങനെ ഓരോന്നിനും ബഹുമാനമാണ്. ഇനി മരിക്കുകയാണെങ്കിലോ ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും ഖൈർ മദീനയാണ്. ഞാനിപ്പോ ഈ അടുത്ത് ഒരാളെ കണ്ടു, അദ്ദേഹം എല്ലാ ജമാഅത്തിനും പള്ളിയിൽ വരുന്ന ആളാണ്. ഒറ്റ ജമാഅത്ത് മുടങ്ങൂല, സുന്നത്ത് നിസ്കരിക്കും, എന്നിട്ട് ജമാഅത്ത് വരെ നിസ്കാരം പിന്നെ അവിടെ കാത്തിരിക്കും, പ്രതീക്ഷിച്ചിരിക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കൗണ്ടർ ഉണ്ട്, ഇങ്ങനെ ഇരുന്ന് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുകയാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആവശ്യമില്ലാത്ത ഒരു സംസാരവും ഇല്ല, ആവശ്യമുള്ള സംസാരം മാത്രമേ ഉള്ളൂ. അങ്ങനെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്തൊന്നും മിണ്ടാൻ പാടില്ല, ആവശ്യമില്ലാത്തതിന്റെ പിന്നിൽ പോകാൻ പാടില്ല. നമ്മൾ അമല് കുറഞ്ഞവരാ, ഉള്ള അമലും ഈ ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെട്ടിട്ട് നമ്മൾ എന്തിനാണ് ഉള്ള അമലും കൂടി നഷ്ടപ്പെടുത്താൻ പാടില്ല. ആവശ്യമില്ലാത്തതിന്റെ പിന്നിൽ പോകാൻ പാടില്ല, അത്യാവശ്യമുള്ളത് മാത്രം മിണ്ട സംസാരിക്കുക. ഇയാൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനാ. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, എന്താ വിഷയം, റാഹത്തന്നല്ലേ? അതെ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞതാ, അതുവരെ അയാൾ പറഞ്ഞിട്ടില്ല. ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഇനി മദീനയിൽ സെറ്റിൽ ആകാൻ വേണ്ടി പോവാ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. മദീനയിൽ സെറ്റിൽ ആകാൻ വേണ്ടി പോവാണ്. അദ്ദേഹത്തിന് വയസ്സ് കുറെ പ്രായമുണ്ട്, നല്ല പ്രായമുള്ള മനുഷ്യനാ. അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ ഇനി ഉസ്താദേ മദീനയിൽ സെറ്റിൽ ആകാൻ വേണ്ടി പോവാണ്, ദുആ ചെയ്യണം. ആ വാക്കുണ്ടല്ലോ, മദീനയിൽ പോയി വരിക എന്നല്ല, അല്ലെ മദീനയിൽ പോവാന്നല്ല, മദീനയിൽ സെറ്റിൽ ആകാൻ പോവാണ് എന്ന് പറഞ്ഞാൽ എന്റെ ആഗ്രഹം അവിടെ തന്നെ മരിക്കണമെന്നാ. അല്ലാഹ്, അത് വല്ലാത്തൊരു മരണം. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അൽ അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ മരണം അത് എവിടെ വെച്ചിട്ടുള്ള മരണമാണ്? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഏറ്റവും ബഹുമാനമുള്ള മരണം, സുഹൃത്തുക്കളെ, അൽ അഫ്ളലു അൽ മൗതു ബിൽ മദീന, ഏറ്റവും ശ്രേഷ്ഠമായ മരണം മദീനയിലുള്ള മരണമാണ് കേട്ടോ. എന്തേ കാരണം? മദീനയിൽ മരിക്കുന്നവർക്കൊരു ബഹുമാനമുണ്ട്. ആ ബഹുമാനം പഠിപ്പിച്ചതാരാണ്? ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മനിസ്തതാഅ അൻ യമൂത ബിൽ മദീന. ആ ഹദീസിന്റെ പ്രയോഗം തന്നെ നിങ്ങളൊന്ന് നോക്കൂ. മദീനയിൽ മരിക്കാൻ സാധിക്കുമെങ്കിൽ അത് പ്രയാസാണ്.
അവിടെ തന്നെ പോയി സെറ്റിലാകാൻ നോക്കിയാലും ചിലപ്പോ മരിക്കാൻ അവിടെ വെച്ച് മരിക്കാൻ കഴിയണമെന്നില്ല. സാധിക്കുമെങ്കിൽ ഹദീസിന്റെ പ്രയോഗം നിങ്ങൾ നോക്കൂ, അത് പ്രയാസമാണ് എന്നതിലേക്ക് തന്നെ സൂചനയാണ്. എന്നാലും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ, അതിനു വേണ്ടി നിങ്ങൾ താല്പര്യപ്പെടൂ. അങ്ങനെ മദീനയിൽ മരിക്കാൻ സാധിക്കുമെങ്കിൽ ഫൽയഫ്അൽ, അവരങ്ങനെ ചെയ്യട്ടെ, അവർ മദീനയിൽ മരിക്കാൻ നോക്കട്ടെ. എന്തേ കാരണം? ഫഇന്നി അശ്ഫഉ ലിമൻ മാത ബിഹാ, മദീനയിൽ മരിച്ചവർക്ക് ഞാൻ പ്രത്യേകമായ ശുപാർശ ചെയ്യും. കേവലം ശുപാർശയല്ല, ആമായ ഒരു ശുപാർശയുണ്ട്. അത് ഉമ്മത്തുകൾക്ക് മുഴുവനും ശുപാർശ ചെയ്യുന്ന നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാൽ ഒരു പ്രത്യേകമായ ശുപാർശ എല്ലാ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും ചെയ്യുന്ന ശുപാർശയല്ല. ആ വ്യാപകമായ ശുപാർശക്ക് പുറമെ പ്രത്യേകമായ ഒരു ശുപാർശ മദീനയിൽ വഫാത്താകുന്നവർക്ക് ഞാൻ നൽകൂ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഈ ഹദീസ് കേട്ടപ്പോഴല്ലേ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എപ്പോഴും ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ اللهم ارزقني شهادة في سبيلك واجعل موتي في بلد رسولك صلى الله عليه وسلم. എനിക്ക് ഷഹീദായി മരിക്കാൻ കഴിയണം അല്ലാഹ്. രണ്ടാമത്തേത് നിന്റെ റസൂലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാട്ടിൽ വെച്ച് എനിക്ക് അങ്ങ് മരിക്കാൻ കഴിയണം. മഹാനവറുകൾ എന്നും ദുആ ചെയ്യുമ്പോ ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, ഹഫ്സ ബീബി ചോദിച്ചില്ലേ, അല്ല അന്നായകൂന ഹാദാ, ഇതുണ്ടാക്കാൻ പോകുന്ന കാര്യാണോ? അപ്പോഴാണ് മഹാനവറുകൾ പറയാണ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇത് നടക്കുമല്ലോ ഹഫ്സ, ഇത് വലിയ പ്രയാസമൊന്നുമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാകുന്ന എന്റെ മരണം മദീനയിൽ വെച്ച് നടക്കണമെന്ന് തീരുമാനിച്ചാൽ, അല്ലാഹു തീരുമാനിച്ചാൽ നടക്കൂ. കഴിഞ്ഞ റമദാനിൽ ഞാൻ മദീനയിൽ ഉണ്ടായിരുന്നു. അവിടെ മദീനയിൽ ഞാൻ ഒരു ഷെയ്ഖിനെ കാണാൻ ചെന്നു. ഷെയ്ഖ് ഉണ്ട് എന്ന് കേട്ടപ്പോഴേക്ക് പോകാൻ ഞങ്ങളെ ഉസ്താദുമാര് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അവിടെ നമ്മുടെ മഹാന്മാരായ മശായിഖന്മാര് പോയിട്ടുണ്ടെന്നറിഞ്ഞപ്പോ പോയതാണ്. ഷെയ്ഖുനാ സുൽത്താനുൽ ഉലമാ ഉസ്താദ്, അല്ലാഹുവേ ആ കരങ്ങൾക്ക് നീ ശക്തി പകർന്നു കൊടുക്കണേ അല്ലാഹ്. ഉസ്താദ് അവരുകൾ അവിടെ പോയിട്ടുണ്ട്, ബായാറ് തങ്ങളുപ്പാപ്പ അവിടെ പോയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ അതേ മുതഅല്ലിമായ ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു, മന്ത്രിപ്പിച്ചു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്റെ ഒരു ദർസ്, നമ്മുടെ ഒരു ദർസ് ഉണ്ട് കർണാടകയിൽ, ഇന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ദർസ് ഉണ്ട്, ആ ദർസിലേക്കൊന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ദർസ് നല്ല, ഞാൻ ഈ സ്ഥലം വിട്ട് എങ്ങോട്ടും പോകൂല, ഈ സ്ഥലം വിട്ട് എവിടെയും പോകൂല. കാരണം എന്റെ മരണം ഇവിടെ വെച്ച് മരിക്കണമെന്നാണ്. ഞാൻ അവിടെ വന്ന് അവിടെ വെച്ച് മരിച്ചാലോ, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു പാമ്പ് മാളത്തിലേക്ക് മടങ്ങി പോകുന്നത് പോലെ ഈമാനുള്ള ആളുകൾ അവർ മദീനയിലേക്ക് ഇങ്ങനെ മടങ്ങും. അത് ഹബീബായ തങ്ങളെ കാലത്തും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അന്നെങ്ങനെയാണ് ജനങ്ങൾ മദീനയിലേക്ക് പോവാ, തങ്ങളെ കാണാൻ പോകും, തങ്ങളിൽ നിന്ന് ഹദീസ് കേൾക്കാൻ വേണ്ടി പോകും, മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകും. എന്നാൽ ഇന്നും മദീനയിൽ പോകും. എങ്ങനെയാണ്? അതാ റൗള ശരീഫിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകും. അവിടെയുള്ള ആസാറുകളെ കൊണ്ട് ബറക്കത്തെടുക്കാൻ പോകും. അതെല്ലാം ഈ ഹദീസിന്റെ വ്യാപ്തിയിൽപ്പെട്ടതാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. അതാണ് ഈമാൻ. ആ മദീനയിലേക്ക്
എത്തുക, ആ മദീനയിലേക്ക് മടങ്ങുക. അതല്ലേ ഇബ്നു ജാബിറുൽ ഉന്ദുലുസി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വരികളിൽ കാണാം, ഓ മനുഷ്യ, ഫഇശ് ഫീ ഹിമാ ഖൈറിൽ അനാമി വമുത് ബിഹി ഇദാ കുൻത ഫിദ്ദാറൈനി തത്ലൂബു അൻ തർഖാ ഇദാ കുൻത ഫീമാ ബൈന ഖബ്രിൻ വമിൻബരി ബിത്വൈബത ഫഅരിഫ് അന്ന മൻസിലകൽ അർഖാ. ഓ ചെറുപ്പക്കാരാ, ലോക നേതാവായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാട്ടിൽ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? നീ ജീവിച്ചോ. വമുത് ബിഹി, അവിടെ വെച്ച് മരിക്കാൻ പറ്റുമോ? അവിടെ വെച്ച് മരിക്കാൻ നോക്കിക്കോ. എന്നാൽ ഇദാ കുൻത ഫിദ്ദാറൈനി തത്ലൂബു അൻ തർഖാ, നിനക്ക് ദുനിയാവിലും വലിയ പദവി ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ആഖിറത്തിലും വലിയ പദവി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ജീവിക്കണോ മദീനയിൽ ജീവിച്ചോ, വഫാത്താകണോ മദീനയിൽ മരിച്ചോ. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഇദാ കുൻത ഫീമാ ബൈന ഖബ്രിൻ വമിൻബരി ബിത്വൈബത ഫഅരിഫ് അന്ന മൻസിലകൽ അർഖാ. ആ മദീനത്തെ പള്ളിയില് റൗള ശരീഫ് ഉണ്ട്. അത് ഖബർ ശരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. അവിടെ വെച്ച് നിനക്ക് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ, അവിടെ വെച്ച് നിനക്ക് സമയം ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, അന്ന മൻസിലകൽ അർഖാ, നിന്റെ കാറ്റഗറി വലുതാണ്, നിന്റെ ആ സ്ഥാനം വലുതാണ്. അല്ലാഹുവേ, നമുക്ക് മരിക്കുന്നതിന് മുമ്പായി നമ്മുടെ ആയുസ്സിൽപ്പെട്ട ചെറിയ സമയമെങ്കിലും മദീനയിൽ ചെലവഴിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ മദീനക്ക് വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു നാം എല്ലാവരും നമ്മുടെ ഈ മഹത്തായ സദസ്സിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ആദരണീയരായ തങ്ങൾ പാപ്പ നമ്മുടെ വേദിയിൽ വരുന്നു. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ ബദാഇ വജബ ശുക്രു അലൈനാ മാദാഅ ലില്ലാഹി ദാഇ. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവിടുന്ന് വാഹനപ്പുറത്ത് യാത്ര ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ കാണാം, ഷാഫിഈ ഇമാമിന് മാലിക് ഇമാം ഒരുപാട് മൃഗങ്ങൾ കൊടുത്തു. ശിഷ്യന് ഉസ്താദ് ഒരുപാട് സമ്മാനം കൊടുത്തു. ആ സമ്മാനം കൊടുത്തപ്പോ ഉസ്താദായ മാലിക് ഇമാമിനോട് ശിഷ്യനായ ഷാഫിഈ ഇമാം പറഞ്ഞു, കൂട്ടത്തിൽ ഒരു മൃഗം ഉസ്താദിന് ഉണ്ടായിക്കോട്ടെ, എല്ലോ എനിക്ക് തന്ന, പിന്നെ ഉസ്താദിനൊന്നും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഇല്ല, മദീനയിലല്ലേ ഞാനുള്ളത്, മദീനയിൽ എനിക്ക് വാഹനം വേണ്ട, മദീനയിലല്ലേ ഞാനുള്ളത്, മദീനയിൽ വാഹനപ്പുറത്ത് കയറിയിട്ട് ഞാൻ യാത്ര ചെയ്യൂല. ആ ബഹുമാനമാണ് നമ്മുടെ ഖൽബുകളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നമുക്ക് ഈ ആത്മീയ സദസ്സിലൂടെ അത്തരത്തിലുള്ള ബഹുമാനവും ആദരവും നമ്മുടെ ഖൽബിൽ ഇട്ടുതരണേ അല്ലാഹ്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, കോവിഡിന് ശേഷം നമ്മുടെ ബായാറ് ഒന്നരായ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് അതിവിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ദിവസങ്ങൾ എന്നും വാദിന് പോകും. പക്ഷേ എന്നും വാദിന് പോകുമ്പോൾ ഉള്ള ദുആ കൊണ്ടുള്ള വസിയത്തിനേക്കാളും കൂടുതൽ വസിയത്ത് ബായാറ് സ്വലാത്തിലേക്ക് വരുമ്പോഴാണ്. ഞാൻ ഈ വിളിച്ചു പറയുന്ന ആളോടൊക്കെ പറയും, എല്ലാം കൂടി എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, അവിടുന്ന് പറഞ്ഞു ദുആ ചെയ്യണം.
അപ്പൊ എന്റെ കയ്യിലുള്ള ഫോൺ പിന്നെ എന്റെ കൂടെയുള്ള ആളെ കയ്യിൽ കൊടുത്തതാ. കാരണം എനിക്ക് കോള് വരുന്നത് തന്നെ അത്രയും കോളുകളാ. കാരണം ബായാറല്ലേ ഞങ്ങളൊക്കെ പരിപാടികൾ കാണുന്നു എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് വന്യരായ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്വലാത്ത് ഇവിടെ മാത്രമല്ല, മഹാനവരുകളുടെ നാട്ടിൽ നടക്കുന്നു. ഗൾഫ് നാടുകളിലും ഈ മഹത്തായ സ്വലാത്തിന്റെ ശാഖകൾ അവിടെയും അതിവിപുലമായ രീതിയിൽ നടക്കുന്നു. ഈ അടുത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ബഹ്റൈനിൽ ചെന്നു. അവിടെ നടന്ന പരിപാടികളുടെ ഫോട്ടോസ് ഒക്കെ നമ്മൾ കണ്ടു. ജനനിബിഡമായ സദസ്സുകളായിരുന്നു. അൽഹംദുലില്ലാഹ് മഹാനവരുകളുടെ ആ ഇസ്സത്ത് അല്ലാഹുവേ ഈ ഉമ്മത്തിന് വലിയ ഖൈറായ നിലക്ക് നീ നിലനിർത്തണം റഹ്മാനെ. നേരത്തെ റൂമിൽ ചെന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് 8:45 ഞാൻ വരും. ഇപ്പൊ 9 മണിക്ക് തങ്ങളുപ്പാപ്പ നമ്മുടെ വേദിയിൽ വന്നു. അപ്പൊ പറഞ്ഞ കാരണം എന്താണെന്നറിയോ? കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. തമിഴ്നാട്ടിൽ നിന്നും മറ്റുമൊക്കെ ദൂരയിൽ നിന്ന് ഈ സ്വലാത്തിന്റെ മജ്‌ലിസ് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നവരുണ്ട്. അവർക്ക് ട്രെയിനിൽ തിരിച്ചു പോകണം. അതുകൊണ്ട് 10 മണിയാകുമ്പോഴേക്ക് ആ സമയമാകുമ്പോഴേക്ക് അവസാനിപ്പിക്കണം എന്ന് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പറഞ്ഞു. ഇങ്ങനെ എല്ലായിടങ്ങളിൽ നിന്നും ബായാറ് സ്വലാത്തിലേക്ക് ജനങ്ങൾ ഒഴുകി വരികയാണ്. ഞാൻ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ 11, 12, 13 3 തീയതികളിൽ അഗത്തി ദ്വീപിലാണ് ഞാൻ പരിപാടി ഏറ്റത്. ഇപ്പൊ പിന്നെ അഗത്തി ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്തു നിന്നുള്ള മഹിളമാർക്ക് പെർമിറ്റ് കൊടുക്കുന്നത് തന്നെ ചെറിയ പ്രയാസത്തില. അപ്പൊ ഈ 3 ദിവസത്തിന്റെ പരിപാടി മുടങ്ങി. 22-ാം തീയതി ദമാമിൽ ഞാനൊരു വാല് ഏറ്റിട്ടുണ്ട്. നമ്മുടെ കർണാടക സുന്നി സെന്റർ മൂളൂർ അവരുടെ പ്രോഗ്രാമിനാണ്. അപ്പൊ പോകുന്നതിന്റെ ഇടയിൽ ദ്വീപിന്റെ പരിപാടി അങ്ങ് മുടങ്ങി, പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഭാര്യനെയും കൂട്ടിയിട്ട് ഒന്ന് ഉംറൊക്കെ ചെയ്ത് മക്കത്തും മദീനയിലൊക്കെ ഒന്ന് പോയി വരാമെന്ന് കരുതിയതാ. പക്ഷെ ഈ കഴിഞ്ഞ 4-5 ദിവസത്തിന്റെ ഇടയിൽ 6 ദിവസത്തിന്റെ ഇടയിൽ വാലുകളൊന്നും ഞാൻ ഏറ്റിട്ടില്ല. ലക്ഷദ്വീപിലെ പരിപാടി ഏറ്റിരുന്നത് കൊണ്ട് പിന്നെ കാണുന്നത് ബായാറ് സ്വലാത്തിലെ ഈ പരിപാടിയാണ്. അപ്പോ നേരത്തെ തന്നെ വേറെ ഏതെങ്കിലും പരിപാടിയാണെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞ് എനിക്കൊന്ന് ഉംറക്ക് പോയാൽ 4-5 ദിവസം കൂടുതൽ കിട്ടും. ഇപ്പൊ ആകെ 10 ദിവസം മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ 4-5 ദിവസം കൂടുതൽ കിട്ടും എന്ന് കരുതി പറയാമായിരുന്നു. പക്ഷെ ഞാൻ വന്യരായ തങ്ങളുപ്പാപ്പയോട് പറഞ്ഞു, ബായാറ് സ്വലാത്തായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഞാനും ഭാര്യയും ഇന്നത്തെ ഈ സ്വലാത്ത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നാളെ രാത്രി ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞു. അത് നമുക്ക് നമ്മുടെ ഖൽബിൽ വന്യരായ തങ്ങളുപ്പാപ്പയോടുള്ള ബഹുമാനവും ഈ സ്വലാത്തിന്റെ സദസ്സിനോടുള്ള ആദരവാണ്. ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹുവേ നീ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. പഴശ്ശി ഉസ്താദ് അവിടുത്തെ നാട്ടിലെ പള്ളിയുടെ പരിസരത്ത് അന്തി ഉറങ്ങുകയാണ്. എങ്ങനെയാണ് അന്തി ഉറങ്ങുന്നത് എന്നറിയോ? ആർക്ക് ചെന്നാലും, ഞാൻ ഒരിക്കൽ അവിടെ വാല് കഴിഞ്ഞ് രാത്രി അവിടെ പോയി, ആർക്ക് ചെന്നാലും സിയാറത്തിന് പറ്റിയ രൂപത്തിലാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കണത് ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദിന് അങ്ങനെയുള്ള ഒരു സന്തോഷമൊക്കെ ഇപ്പോ മരിച്ച ശേഷവും ലഭിക്കാൻ കാരണം എന്നും ഈ സ്റ്റേജിൽ തിരക്കിട്ട പ്രഭാഷകനാണെങ്കിലും പഴശ്ശി ഉസ്താദ് അങ്ങനെയായിരുന്നല്ലോ. നല്ല യുവത്വമുള്ള സമയത്തും നമ്മുടെ നാടുകളിലൊക്കെ എന്നും വാലിന് വരുന്ന ഉസ്താദായിരുന്നു. പക്ഷെ തിരക്കിട്ട സമയത്ത് പോലും ബായാറ് സ്വലാത്തിൽ എന്നും എല്ലാ സ്വലാത്തിനും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഒക്കെ ബറക്കത്തും സന്തോഷവുമാണ്, അസറാണ്, നേട്ടങ്ങളാണ് വഫാത്തിന് ശേഷവും വഫാത്തിന്റെ സമയവും ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചത് എന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അല്ലാഹുവേ സാധുക്കളായ നമുക്കൊക്കെ ആ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പലരും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ ദുആ ചെയ്യും. പലരും ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ഒന്ന് പറയണം, ഞങ്ങൾ പാപക്ക് അറിയുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ പറയുന്നതൊന്നും ഇപ്പൊ പറയാൻ പറ്റിയ സമയമല്ലാത്തത് കൊണ്ട് എല്ലാരെയും കൂടി ഇൻഷാ അല്ലാഹ് ഖൽബിൽ തന്നെ കരുതുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്നു. അല്ലാഹുവേ നമുക്ക് ഈ മഹത്തായ സദസ്സിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട നൂറു സാദാത്തുക്കളുടെ വെളിച്ചം, പ്രകാശം എന്ന് അറിയപ്പെടുന്ന മഹാനവരുകൾ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ആ തണൽ ദീർഘകാലം നമുക്ക് നീ നൽകണേ റഹ്മാനെ. ഈ മഹത്തായ വേദിയിൽ അങ്ങനെയാണ് ബായാറ് സ്വലാത്തിന്റെ വേദി. അത് ജനനിബിഡമായ വേദിയാണ്. സ്റ്റേജ് അടക്കം സദസ്സ് മാത്രമല്ല, ധാരാളം ആലിമീങ്ങൾ സാദാത്യങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ സ്റ്റേജ്. അങ്ങനെ ഈ സ്റ്റേജിൽ ഒരുപാട് സാദാത്യങ്ങളും ആലിമീങ്ങളും ഉമറാക്കളും ഒക്കെ ഉണ്ട്. അല്ലാഹുവേ നീ അവർക്കൊക്കെ ബറക്കത്തും ഇസ്സത്തും തൗഫീഖും നമുക്കും നീ നൽകണം റഹ്മാനെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു.